ഗൈസ്, ഈ പേര് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കില്ല. പുറത്ത് ഉള്ളവർക്കൊക്കെ ഈ ഒരു പേര് അറിയാം കേട്ടോ. ഓക്കെ, ഇതാണ് യുത്തോങ്. ഇതൊരു ചൈന ബ്രാൻഡാണ്. ചൈന എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് തള്ളിക്കളയണ്ട. എനിക്കൊക്കെ ഒരു പുച്ഛമുണ്ടായിരുന്നു ചൈന എന്നൊക്കെ പറയുമ്പോൾ, ചൈന പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതൊരു ഒന്നൊന്നര മുതലാണ്. ഞാനൊരു വണ്ടിപ്രാന്തനായതുകൊണ്ട് അല്ലെങ്കിൽ ബസ് ഡ്രൈവർ ആയതുകൊണ്ട് പറയണല്ല, പക്ഷേ ഇതിൻ്റെ അകത്തെ ഫീച്ചർ കണ്ട് ഞാൻ ഞെട്ടിപ്പോവും. അതുപോലത്തെ ഒരു ഐറ്റമാണ്. ഇതൊരു ചൈന കമ്പനി. 1963 ഇവർ ആദ്യമായിട്ടൊരു വർക്ക്ഷോപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്തത് ബസ്സിൻ്റെ. അത് കഴിഞ്ഞ് 1993 ഇവർ ഓൺ ബസ്സസ് ഇറക്കി തുടങ്ങി. അവിടെ തൊട്ട് ഇവിടെയും വരെ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഒന്നൊന്നര ഐറ്റമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഓട്ടോമാറ്റിക് ഒരു 10 സീറ്റർ ബസ് ഇറക്കിയത് ഇവരാണ് ഫസ്റ്റ്. അത്ര സൂപ്പർ കമ്പനിയാണ്. വണ്ടിയുടെ ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ്. കാറ് പണിയൂലേ, കാറൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് പുത്തനായിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെയാണ് ബസ് ഇവർ ഇറക്കിയേക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെ ഫിനിഷിങ്ങും ഇതൊക്കെ വെച്ച് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഇത്. അവിടെ നിന്ന് നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ചേസ് എടുത്തിട്ട് ചേസ് എടുത്തിട്ട് നമ്മൾ ബോഡി പണിയണ പോലെയല്ല ഈ ഒരു ബ്രാൻഡൊക്കെ. അവരെല്ലാം ചെയ്ത് നമുക്ക് കയ്യിലോട്ട് തരും. അങ്ങനത്തെ ഒരു കമ്പനിയാണ് യുത്തോങ്. നമുക്കപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഗ്ലാസ് അത്യാവശ്യം നല്ല വൈഡ് ഗ്ലാസ്സാണ്. നമുക്കൊരു കർവ് ഷേപ്പാണ് മേളിൽ വന്നേക്കുന്നത്. മേളിൽ 2 കുഞ്ഞു ടൈൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ 2 മിറേഴ്സ് വരുന്നുണ്ട്. അത് നല്ല വലുതാണ്ടോ. നമ്മളിങ്ങനെ നിങ്ങൾക്കത് വീഡിയോ കൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല നല്ല വൈഡായിട്ടുള്ള നല്ല ലെങ്ത് ആയിട്ടുള്ള 2 മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ചാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ ആ ഒരു ടച്ചാണ് കൊടുത്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ലിഫ്റ്റ് ആവും ആ പാട്ട് വന്നേക്കുന്നത്. കുറച്ചുകൂടി എയർ ബ്രീത്ത് ആവശ്യമുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടോ. അത് ആ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത്രയും ഒരു സൂപ്പർ ഫിനിഷിങ് ഹെഡ്ലൈറ്റ് കൊടുത്തേക്കുന്നത്. 2 LEDs ആണ് വരുന്നത്. പിന്നെ ഒരു ലെൻസ് വരുന്നുണ്ട്. പിന്നെ LED മറ്റേ ഇതും വരുന്നുണ്ട്, ഡേ ലൈറ്റും വരുന്നുണ്ട്. പിന്നെ 2 ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ വരുന്നത് 5524 AK, അതായത് 2024 പുതിയ പുത്തൻ യുത്തോങ് ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. പിന്നെ പറയേണ്ട കാര്യം, അറബ് മൊത്തം ലെഫ്റ്റാണല്ലോ. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നമുക്കിവിടെ ഡോർ ഓപ്പണിംഗ് ഇല്ല. നമ്മുടെ വോൾവോയുടെയൊക്കെ എന്ന ഫീച്ചർ ഇവർ വോൾവോനെ കോപ്പി അടിച്ചാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇവിടെ ഡോറ് വരുന്നില്ല. ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്, 2 എണ്ണം. അതിൽ 1 എണ്ണം ഓപ്പണിംഗ് ആണ് നമുക്ക് വരുന്നത്. അവരുടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് യുത്തോങ് സൈഡിൽ. പിന്നെ അവർ തന്നെയാണ് ഇതുമ്പോൾ സ്റ്റിക്കർ വർക്ക് ആക്കി ചെയ്തേക്കുന്നത്. ഇവരുടെ ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ. ബാക്കി ആ വൈഫൈ, USB ഫ്രിഡ്ജ്, വൈഫൈ കൊടുത്തേക്കുന്നത് അതൊക്കെ കമ്പനി തന്നെ വന്നതാണ്. ഒരു സ്റ്റൈലിഷ് ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ക്രോമ് വന്നിട്ടുണ്ട്, അതിനൊരു ബ്ലൂ ലൈനും വന്നിട്ടുണ്ട്. ഇതാണ് സൈഡ് നമുക്ക് വന്ന ഒരു ലുക്ക്. ഫിക്സഡ് ഗ്ലാസ് വണ്ടിയാണ്. അത്യാവശ്യം വണ്ടി നല്ല ഹൈറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ വണ്ടിയും ഇവിടുത്തെ വണ്ടികളും തമ്മിൽ നല്ല ഹൈറ്റ് വരുന്നുണ്ട്. പക്ഷെ വിത്താണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഡൗട്ട് തോന്നിയത്. വിത്ത് കുറച്ച് കുറവാണോ എന്നുള്ളത്. പക്ഷേ നമുക്ക് അകത്ത് കയറാൻ നേരത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നില്ല. ഞാൻ അകത്ത് വിശേഷം കാണിച്ചു തരാം. സിംഗിൾ ആക്സിൽ വണ്ടിയാണ്, 6 വീലാണ് വന്നത്. ടയേഴ്സൊക്കെ നമ്മുടെ ഗുഡ് ഇയറിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് വന്നത്. വീൽ ബേസൊക്കെ നോർമൽ തന്നെ. പിന്നെ ഒരുപാട് സ്പേസ് മറ്റേ ഇതുണ്ടല്ലോ, ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡിക്കി സ്പേസ് ആണ്. പിന്നെ വരുന്നത് ഒരെണ്ണം ഫ്യൂവലിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഹാർഡ് ബ്ലൂവിൻ്റെ വരുന്നുണ്ട്. 2 ഡിക്കി വരുന്നത് ഓട്ടോമാറ്റിക്കാണ് വന്നത്. ലെഫ്റ്റ് സൈഡ് 2 ഡിക്കിയും റൈറ്റ് സൈഡിൽ ഒരു സിംഗിൾ ഡിക്കിയാണ് വന്നത്. പക്ഷേ അത് നോക്കണ്ട, ഡിക്കി ഡോറിൻ്റെ വലിപ്പം തന്നെ കാണുമ്പോൾ അറിയാം ഇത് ടോട്ടലി ഓപ്പണായി മേളിലോട്ട് വരും. നല്ല ഡിക്കി സ്പേസ് ആണ്. ഇത് 52 സീറ്റാണ് ഇൻക്ലൂഡഡ് ഡ്രൈവർ. പക്ഷേ നല്ല ഡിക്കി സ്പേസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് അവിടെയും ഒരു ഡിക്കി സ്പേസ് ചെറുതൊരെണ്ണം വന്നിട്ടുണ്ട്.
ഇതെന്തിനാണ് ഇങ്ങനെ ഒരു പോർഷൻ, ഇങ്ങനെ ഒരു ഡിക്കി സ്പേസിന്റെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കണത് എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തേക്കണത് എന്തിനാന്ന് വെച്ചാൽ, ഇതിന്റെ വയറിങ് കാര്യങ്ങളെല്ലാം താഴത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയുടെ അകത്ത് കുത്തിപ്പൊളിയും പരിപാടിയൊന്നും വേണ്ട. ഇത് ഓപ്പൺ ചെയ്തേക്ക് ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് വയറിങ്ങും ബാക്കിയുള്ള ECU കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതാണ് ഇവരിങ്ങനെ പാർട്ടീഷൻ പോലെ ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈസിയാണ് മെക്കാനിക്കന്മാർക്ക്. ഇവരുടെ ഒരു ഐഡിയ വേറെ ലെവലാണ്. ഇവിടെയാണ് ഹാർഡ് ബ്ലൂവിന്റെ വന്നത്. ഇത് ബാക്ക് എഞ്ചിൻ വണ്ടിയാണ്, ഫ്രണ്ട് എഞ്ചിൻ അല്ല. അപ്പോൾ കുറച്ചുകൂടി പവർ കൂടും. ഓക്കെ, അതായത് പുറകിൽ നിന്ന് ഒരാൾ തള്ളുന്നതും ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പിടിച്ച് വലിക്കുന്നതും, അതാണ് ബാക്ക് എഞ്ചിനും ഫ്രണ്ട് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് വന്നത്. ഫിനിഷിങ്ങിൻ്റെ കാര്യമൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ആ ടോപ്പിൽ ആ എഡ്ജൊക്കെ കണ്ടോ, അതൊക്കെ നല്ല കിട്ടില്ലൻ ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കണം അവർ. ബാക്ക് സൈഡിൽ മേളിൽ തന്നെ ഒരു ഇത് വന്നിട്ടുണ്ട്, ബ്രേക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്, അവരുടെ ബ്രാൻഡ് നെയിം. ബാക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ട്, മേളിൽ 2 ടൈൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ ഹീറ്റ് പുറത്തേക്ക് പോകാനായിട്ടുള്ള 2 ഇത് കൊടുത്തിട്ടുണ്ട്, മെഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് നമ്മുടെ ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട്, ഡിക്കി അല്ല മറ്റേ എൻജിൻ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂറോ 5 ആണോ 6 ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. 6 ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്രാൻഡ് 2 റിഫ്ലക്റ്റേഴ്സ്. സിമ്പിളാണ് ബാക്ക്, പക്ഷേ കട്ടിങ്ങും ഷേപ്പും കുറച്ച് നല്ല അടിപൊളിയായിട്ട് വന്നേക്കുന്നത്. ആ സൈഡൊക്കെ കർവ്, ഈ 2 സൈഡ് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇറങ്ങി വന്നേക്കുന്നത്. ബ്രേക്ക് ലൈറ്റൊക്കെ ഫുൾ LED ആണ്, കണ്ടില്ലേ. റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഇതെല്ലാം ഒറ്റയടിക്ക് അതിൽ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ലെങ്ത് ആയിട്ടുള്ള, നല്ല വലിയ, നല്ല എന്താ പറയുക, എത്ര ലോങ്ങിൽ നിന്നാണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ബ്രേക്ക് ലൈറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരു 4 ഇങ്ങനെ ഉണ്ടാവില്ല, യെല്ലോ വൈറ്റ് റെഡ് ആ സെറ്റപ്പ് അല്ല. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട്, പക്ഷെ അതുപോലെ കാശും ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു എക്സോസ്റ്റ് വന്ന് കണ്ടില്ലേ. ഇതാണ് ബാക്ക് സൈഡ് വന്നത്. ഇതാണ് വണ്ടിയുടെ എൻജിൻ വന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പാടില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓയിൽ ഫിൽറ്റർ വരുന്നുണ്ട്, വേറെ 2 ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ അതിവിടെ ഒരു സ്വിച്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വോൾവോ സ്കാനുകളിലാണ്, വേറെ ഒന്നുമല്ല. ഇത് നമുക്ക് ഫ്രണ്ട് നിന്നിട്ട് നമ്മളിവിടെ മെക്കാനിക്കൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി അവിടെ നിന്ന് ആരും സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ആവില്ല. അതിനുള്ള സിമ്പിളായിട്ടുള്ള സ്വിച്ച്. ഇത് നമ്മുടെ വന്നത് നമ്മുടെ വെള്ളം വന്നത് ഹാർഡ് ബ്ലൂ വേറെ, നമ്മുടെ ഇത് വന്നത് വേറെ. അതിനൊരു പേര് പറയുന്നത് എന്തായാലും കിട്ടില്ല. അതുപോലെ പിന്നെ വന്നത് ഇതിൻ്റെ അകത്തൊരു ഫീച്ചറായിട്ട് ഞാൻ കണ്ടത് ഫയർ എക്സ്റ്റിംഗ്വിഷർ 2 ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂ ചെറിയ സ്പാർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും. അത് രണ്ടും വെള്ളം ഫ്ലഷ് ചെയ്യും. പൗഡറല്ല, വെള്ളമാണ് വന്നത്. അതിന് സെപ്പറേറ്റ് ടാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ബെൽറ്റ് കാര്യങ്ങൾ അത് ഇതൊക്കെ. ഇതാണ് ഓവറോൾ എൻജിൻ. പുതുപുത്തൻ വണ്ടി ആയതുകൊണ്ടാണോ ഇങ്ങനെ നീറ്റായിട്ടിരിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ അത്രയും പൊടിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്, ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നീറ്റായിട്ടാണ് എൻജിൻ പാർട്ട് ഇരിക്കുന്നത്. പിന്നെ 2024 ലേറ്റസ്റ്റ് വണ്ടി അതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് 2 ലൈറ്റ് വരുന്നുണ്ട്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എന്തെങ്കിലും വർക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. കണ്ടൻസർ വരുന്നുണ്ട്. കണ്ടൻസർ അത്യാവശ്യം നല്ല വലിയ കണ്ടൻസറാണ്. ആ കണ്ടൻസറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 6 ഫാനാണ് വന്നത്. അപ്പം നല്ല വണ്ടി അധികം ഹീറ്റ് ആവാണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും വലിയൊരു കണ്ടൻസറും ഫാനൊക്കെ കൊടുത്തേക്കുന്നത്. ഇതാണ് എൻജിൻ സൈഡ് വന്നത്. ഓവറോൾ കൊള്ളാം, നല്ല നീറ്റായിട്ട് നല്ല ഒതുക്കി കാര്യങ്ങളാണ് എല്ലാം വെച്ചേക്കണത്. നമ്മുടെ വോൾവോ സ്കാനറൊക്കെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് അങ്ങേയറ്റം വരെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നും. പക്ഷേ ഇത് അത്രയും ഇല്ല. സിമ്പിളായിട്ട് നമുക്കൊരു എന്താ പറയുക, ഈ പാട്രോളിലേക്ക് എഞ്ചിൻ വരില്ലേ, നിസാൻ പാട്രോൾ കാറ്, ലാൻഡ് ക്രൂസറിൻ്റെ അല്ലെങ്കിൽ മറ്റേ ജീപ്പിന് മറ്റേ ഷെറോക്കിയുടെ ഒക്കെ എഞ്ചിൻ, ആ ഒരു വലിപ്പമുള്ളൂ കേട്ടോ വണ്ടിക്ക് എഞ്ചിൻ. പക്ഷെ പവർ അത്യാവശ്യമാണെന്നാണ് ഇവർ പറയണത്. ഇതാണെന്നാണ് എനിക്ക് ഓയിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് തോന്നുന്നു. പിന്നെ ബെൽറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടൊന്നും തോന്നുന്നില്ല. സിമ്പിളായിട്ട് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് എഞ്ചിൻ സൈഡ്. ഇനി നമുക്ക് ബാക്കി വിശേഷം കാണാം. പിന്നെ റൈറ്റ് സൈഡ് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡാണ് പാസഞ്ചർ കയറുന്നത്, ലെഫ്റ്റ് സൈഡാണ് ഡ്രൈവർ. അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് സൈഡ് പാസഞ്ചർ വന്നത്. 2 ഡോസാണ് വന്നത്. വീൽ ബേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല, കണ്ടൻസറിൻ്റെ ഫ്രണ്ടിൽ ഫാൻസ് വരും, അത് ഇവിടെയാണ് വന്നത്. കണ്ടൻസർ ഇവിടെയാണ് വന്നത്. പിന്നെ സെയിം തന്നെ റൈറ്റ് സൈഡ് പോലെ തന്നെ നമുക്ക് ഓപ്ഷനുകളുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫ്യൂവൽ ടാങ്ക് വന്നത്.
പിന്നെ ബാറ്ററി ബോക്സും വരുന്നത് ഇവിടെയാണ്, ബാറ്ററി ഇരിക്കുന്നത് ഇവിടെയാണ്. 2 ഡോസ് ഓട്ടോമാറ്റിക് ഡോസ് വരുന്നുണ്ട്. പിന്നെ ഇത് റെഡ് വരുന്നത്, ഇത് ഡോർ, സൈഡ് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ. ഇപ്പോൾ അവിടെ ബട്ടൺ പ്രസ്സായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എമർജൻസി ഡോർ പോലെ തന്നെ നമ്മൾ ബാറ്ററി കട്ട് ചെയ്യുമല്ലോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ പാസഞ്ചർ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ളവർക്ക് സുഖമായിട്ട് പുറത്തോട്ട് വരാം. ഡിക്കി സ്പേസ് ഇതിൻ്റെ അടുത്ത് പറയേണ്ടതാണ്, നല്ല വലിയ ഡിക്കി സ്പേസ് ആണ്. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് സ്ട്രെയിറ്റ് ഗ്ലാസ് അല്ല, കർവ് ഗ്ലാസ് ആണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയാൻ പാടില്ല, ഇത് കർവാണ്. താഴേന്ന് മേളിലോട്ട് ചെല്ലുന്തോറും ഇങ്ങനെ വളഞ്ഞ് മേളിലേക്ക് ചെന്ന് മുട്ടുകയാണ്. അത് കർവ് ഗ്ലാസ് ആണ് വന്നത്. എന്താ പറയുക, നമ്മളൊരു പ്രീമിയം കാറൊക്കെ ഇറക്കൂല, ആ ഒരു സെയിം ഫിനിഷിങ്ങിലും ആ ഒരു സെയിം സ്റ്റൈലിലുമാണ് ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. ഗായ്സ്, എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടിയിൽ ഫുൾ ഫീച്ചറാണ്, നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇത് കണ്ടോ, ഇതൊരു ബോക്സ് അല്ലേ, ഇതെവിടെ വന്നത്, നമ്മൾ വണ്ടിയുടെ ഈ സെൻറ്റർ, അതായത് നമുക്ക് സൈഡ് എക്സിറ്റ് ഉണ്ടല്ലോ, ഫ്രണ്ടിലൊരു എക്സിറ്റ് ഉണ്ട്, സൈഡിലൊരു എക്സിറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഈ ബോക്സ് അല്ലേ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായ, ഇത് ഡിക്കി സ്പേസ് അല്ല കേട്ടോ, ഡിക്കി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഡ്രൈവർ ക്യാബിനാണ്. ഇതിൻ്റെ അകത്ത് AC വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഐറ്റം? ഡ്രൈവർമാർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, റണ്ണിങ് ടൈമിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഡേ ടൈമിൽ കിടന്നുറങ്ങാൻ പറ്റൂല, രക്ഷയില്ല, ഇവിടുത്തെ ചൂട് വെച്ച് പറ്റില്ല. അതിൻ്റെ അകത്ത് അതിൻ്റെ AC ബ്ലോവറാണ് ആ വന്നേക്കണത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ആൾക്കാർക്കും സുഖമായിട്ട് കിടക്കാട്ടെ. ഗൈസ്, നമുക്ക് എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അവര്. നമുക്ക് വണ്ടിയുടെ അകത്ത വിശേഷങ്ങൾ കാണാം. ബാ. ഹലോ ബ്രദർ, യുവർ നെയിം? ഓക്കെ, മൈസെൽഫ് സോനു. ഇതാണ് കേട്ടോ വണ്ടിയുടെ ഇന്റീരിയർ. നമുക്ക് കാണാൻ പറ്റുന്നൊരു ബ്ലൂ ടച്ചാണ് സൈഡിലെ ലൈറ്റ് വന്നത്. ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ലെതർ ടൈപ്പാണ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലാണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ സീറ്റിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കവേർഡ് ടൈപ്പാണ്. നമ്മളിങ്ങനെ നമ്മുടെ ആ കാറിലൊക്കെ വരുന്ന സെയിം സീറ്റ് പോലെ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അത്രയും കംഫർട്ടായിരിക്കും. വണ്ടിയുടെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കാരണം ഈ ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ആ വണ്ടിയുടെ കംഫർട്ട് കാര്യങ്ങൾ എന്തുമാത്രമായിരിക്കും. ഇതേ വേറൊരു ഹൈലൈറ്റ് സെൻട്രൽ ഡോറാണിത്, കണ്ട. ഈ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ വേറൊരു സീറ്റിൽ അങ്ങനെ പ്രത്യേകം കണ്ടിട്ടില്ല. പുഷ് ബാഗ് വരുന്നുണ്ട്, അത് നമുക്ക് കോമൺ ആണ്. നമുക്ക് പുഷ് ബാഗ് വരുന്നുണ്ട്, ചെറിയൊരു പുഷ് ബാഗ് ആണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ സീറ്റിന് ഞാൻ കണ്ടത്, ഒരു സെക്കൻഡ് ബട്ടൺ വന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് ബട്ടണിൽ നമുക്ക് സീറ്റ് സ്ലൈഡ് ചെയ്യാം. അതായത് സീറ്റ് ഇങ്ങോട്ട് നീങ്ങി കംപ്ലീറ്റ്ലി. കാരണം ഇത് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. അതായത് ഇത്തിരി ഹെവി ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് ഈ സീറ്റിൽ കംഫർട്ടായിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മുടെ വണ്ടിയിലും കൊണ്ടുവരണം. ഇതൊക്കെ പുറത്തുള്ള കൺട്രിക്കാരാണ് ആദ്യം കൊണ്ടുവരുന്നത്, നമ്മളത് കോപ്പി ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 52 സീറ്റാണ് ഇത് വന്നത്. വണ്ടിയുടെ വലിപ്പം നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് അത്രയും തോന്നൂല. സീറ്റാണ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബാക്കിയുള്ളതൊക്കെ കോമൺ ആണ്. ഒരു എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. ബാക്കിലാണെങ്കിലും പൊതുവെ ആൾക്കാർക്ക് ബാക്കിലിരിക്കാനായിട്ട് മടിയാണ്. കാരണം കംഫർട്ട് കുറയോ കാര്യങ്ങളാണെന്നുള്ളത്. പൊതുവെ ബാക്ക് എഞ്ചിൻ വണ്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ഹീറ്റ്, ബാക്കിലുള്ള എഞ്ചിൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഹീറ്റ് നമുക്ക് ചെറുതായിട്ടൊക്കെ കിട്ടും. വോൾവോന് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, നമുക്ക് സീറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് ഇതേ സൈഡിൽ മറ്റേ സീറ്റിൻ്റെ നേരെ ബാക്കിൽ തന്നെ USB വരുന്നുണ്ട്, കണ്ടോ.
അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബാക്കിയുള്ള വണ്ടികൾക്കെല്ലാം വന്നത് സൈഡിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാസഞ്ചറിന് ആ സൈഡിൽ നിന്ന് വയർ ഇങ്ങോട്ട് വലിക്കണം. കേബിൾ ഇങ്ങനെ നീക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അല്ലേ. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നേരിട്ട് ഡയറക്റ്റ് കിട്ടും. ഇനി കേബിൾ ഷോർട്ട് ആണെങ്കിലും അല്ലേ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇതൊരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റിൻ്റെ വലിപ്പം ചെറുതാണെങ്കിലും പക്ഷെ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഇരുന്ന് നോക്കിയിട്ട് കൊള്ളാട്ടാ. ഉള്ളത് ഞാൻ വിട്ടുപോയത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റാണ്. നമ്മുടെ ഇവിടെ നോർമലി കോമൺ ആയിട്ട് ഇവിടെ കാണാറില്ലേ പതിവ്. ഇത് ഇങ്ങനെ കണ്ട, അല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് മേളിൽ ലോക്കായിട്ട് നിന്നോളും, കാലടിയിൽ തട്ടില്ല. അതായത് അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. നമ്മൾ സാധാരണ ഇത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാലിട്ടിട്ട് നീട്ടി വെക്കും, ഈ കാലിൽ നീളമുള്ളവർക്ക്. ഇതാകുമ്പോൾ ആ വിഷയമില്ല. കണ്ട, അതൊരു അഡ്വാൻറ്റേജാണ്. വരികയാണെങ്കിൽ നമുക്ക് ഫിനിഷിങ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ചൈനീസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് എന്തൊരു ചെറിയ സാധനമാണെങ്കിലും പക്ക ഫിനിഷിങ് ആയിരിക്കുള്ളൂ. ആ സെയിം ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് വന്നേക്കുന്നത് ക്യാബിൻ ചെറിയൊരു LCD വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ 2 ക്യാമറാസ് ആണ് വന്നത്. ഒന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 3 ക്യാമറാസ് ആണ്, 3 ക്യാമറാസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടേക്കുന്നത് ഈ AC ഹോൾഡേഴ്സ് ആണ്. ഇത് അത്യാവശ്യം ഇനഫാണ് നമുക്ക് ഡ്രൈവറിൽ. ക്യാബിൽ അത്യാവശ്യം നല്ല രീതിയിൽ AC ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല കൂളിംഗ് ആയിരിക്കും. ഫ്രണ്ട് നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ട് വണ്ടി കൂളാവാനായിട്ട് നല്ല ടൈം എടുക്കും ഫ്രണ്ട്. കാരണം ഫ്രണ്ടിൽ നിന്ന് ഈ ഡോർ തുറക്കണേ കൊണ്ട് AC കംപ്ലീറ്റ് ഇറങ്ങി പോകും. ഇവിടെ കൂളാവാൻ സമയം കൂടുതൽ എടുക്കും. പക്ഷെ ഈ ഒരു വണ്ടിക്ക് ഞാനത് കാണുന്നില്ല. കാരണം നിറയെ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, AC ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയി. പിന്നെ നമുക്ക് പറയേണ്ടത് ഈ നോർമൽ ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മറ്റേ AC ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങൾ വന്നത്. ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ആണ് വണ്ടികൾക്ക് വന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ലെഗ് സ്പേസ് ആണ്. നമുക്ക് 52 സീറ്റ് വണ്ടിയിൽ ഇത്രയും ഒരു ലെഗ് സ്പേസ് കൊടുത്ത് ഈ വണ്ടി ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു പുറത്തെ ബ്രാൻഡ് വണ്ടിയിൽ ഞാൻ കയറുന്നത്. നമ്മൾ വീഡിയോസ് ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ഒരു ചെറിയൊരു ലോക്കറാണ്. ഫ്രിഡ്ജ് ഓക്കെ, ഇതൊരു മിനി ഫ്രിഡ്ജാണ് വന്നത്. നമുക്ക് കൂളിംഗ് മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് മറ്റേ കൂളർ മറ്റേ ഇതാണ് വെച്ചേക്കുന്നത്, വെള്ളങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷെ ഇത് ഒരു ഇലക്ട്രോണിക് കമ്പനി ബ്രാൻഡ് വരുന്ന ഫ്രിഡ്ജാണ് ഈ വന്നത്. ഇതിന്റെ അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്ത് തണുപ്പിച്ച് കൊണ്ടുപോയി നല്ല ചില്ലായിട്ട് പോവാം. ട്രിപ്പൊക്കെ പോകുമ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. ബസ്സിലൊക്കെ ഈ സാധനം മസ്റ്റാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ വണ്ടിയുടെ അകത്തെ വിശേഷം വന്നത്. പിന്നെ നമുക്ക് വന്നത് നമുക്ക് ഡ്രൈവർ ക്യാബിൻ നോക്കാം. വന്നത് കൺട്രോളിങ് എല്ലാം സ്വിച്ചിൽ തന്നെ മറ്റേ സ്റ്റിയറിംഗിൽ തന്നെയാണ് വന്നത്. അതായത് നമ്മുടെ കാറ് പോലെ തന്നെയാണ് സെയിം. ഇതെല്ലാം നമുക്ക് ഇതേ ഫിംഗർ കൊണ്ട് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. വേറൊരാൾ ഹെൽപ്പ് പോകാനില്ല. പിന്നെ ക്യാമറ വരുന്നുണ്ട്. അത് നമുക്ക് വരുന്നത് 4 ക്യാമറയാണ് വരുന്നത്. 4 ക്യാമറ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഫീച്ചേഴ്സ് ഒരു ഓഡിയോ കൺട്രോളും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ വന്നത് AC കൺട്രോൾ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്. മൈക്കിൻ്റെ ഇതാണ് യൂണിറ്റ് വന്നത്. മാനുവൽ ഗിയർ ആണ് വന്നത്, ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ് വന്നത്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും പൊതുവെ കോമൺ ആയിട്ട് കാണുന്ന ഇതാണ് വന്നത്. ഡ്രൈവർ സീറ്റ് അത് എയർ സീറ്റാണ് വന്നത്. അത് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, അത് ഹൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ചെയ്യാം, ലെവൽ ചെയ്യാം. പിന്നെ നമുക്ക് മീറ്റർ എടുത്ത് പറയുകയാണെങ്കിൽ മീറ്ററിൽ വന്നത് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള തന്നെ എയർ പ്രഷർ കാര്യങ്ങളെല്ലാം കാണിക്കും. പിന്നെ ഹാർഡ് ബ്ലൂവിൻ്റെ
പിന്നെ ഫ്യൂവല്, പിന്നെ ഡോർ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ എല്ലാം ഇൻഡിക്കേഷൻ അതിൻ്റെ അത് കാണിക്കും. എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒരു സിമ്പിളാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി എനിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ടോട്ടലി മനസ്സിലാവണമില്ല. നമ്മൾ ഈ അറബിക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വന്നത്. ഫ്രണ്ട് ക്യാമറ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതും സ്വിച്ചസ് ആണ്. സൈഡ് ഡിക്കീസ് എല്ലാം വന്നത് ഓട്ടോമാറ്റിക് ആണ് വന്നത്. 4 സൈഡും, അതായത് ലെഫ്റ്റ് സൈഡ് 2 ഡിക്കി വരുന്നുണ്ട്, റൈറ്റ് സൈഡ് 1 ഡിക്കി വരുന്നുള്ളൂ. വൈഫൈൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ സൈഡ് ഡോറിൻ്റെ വരുന്നുണ്ട്, സെൻറ്റർ ഇവിടുത്തെ ഫ്രണ്ടിലെ ഡോറിൻ്റെ വരുന്നുണ്ട്, TV അങ്ങനെ ഓരോന്നുള്ളത്. ഈക്കോ മോഡൊക്കെ ഉണ്ട് കേട്ടോ. ഹോണിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള സ്വിച്ച്, അതേ ഹോണിൻ്റെ മറ്റേ നോർമലിൻ്റെ ഹസാർഡ് ലൈറ്റ്, ഫാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇതാണ്. ഹാൻഡ് ബ്രേക്ക് ഇതാണ് വരുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പെൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാനുഫാക്ചർ ഏതാണ്, പ്രൊഡക്ഷൻ ഇയർ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ഫോൺ കണ്ടോ. ഇത് നൈറ്റ് സർവീസിലുള്ളവർക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ പാസഞ്ചറിന് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ബ്ലൂ ഓപ്ഷൻ കണ്ടോ, ഇതിനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫോൺ റിങ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവറിനെ കേൾക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു പാസഞ്ചർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെയും വരെ വന്ന് ഡ്രൈവറോട് പറയേണ്ട കാര്യമില്ല. അതായത് റണ്ണിങ്ങിൽ പാസഞ്ചർ വണ്ടിയിൽ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അതായത് പാസഞ്ചർ അവിടെ ഇരുന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, ആ ലാസ്റ്റ് ഇരിക്കുന്ന ആൾ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറയണമെങ്കിൽ ഇവിടെയും വരെയും വരണം. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ആ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ റിങ് വരും, സീറ്റ് നമ്പർ പറയുക, അപ്പോൾ പുള്ളിക്കാരൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഈ സീറ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് എയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഇവർ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഹൈറ്റിലോട്ട് വരും. അതായത് വണ്ടി ഇങ്ങനെ നമ്മൾ ഇത് ബംസും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വണ്ടി ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ ചാടുമല്ലോ. അപ്പോൾ അതുപോലെ സീറ്റും നമ്മുടെ കൂടെ വരും, അതുപോലെ താന്നു പോകും. പിന്നെ വണ്ടി ഓഫ് ചെയ്ത് കഴിയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി സീറ്റ് താഴത്തോട്ട് എയർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി പോകും. അത് എയർ ലീക്ക് ഉള്ളത് കൊണ്ടല്ലോ കേട്ടോ. അപ്പോൾ അതൊരു വലിയൊരു ഫീച്ചറാണ്. കമ്പയർ ടു നമ്മുടെ പാസഞ്ചർ സീറ്റിനേക്കാളും കുറച്ചുകൂടി വൈഡായിട്ടുള്ള വലിയ സീറ്റാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ എനിക്കൊരു ഇവരോട് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല, ഈ 2 സൈഡിൽ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലാണ് വന്നത്. അത് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. വണ്ടി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ വണ്ടി പോലെയൊന്നും അല്ല കേട്ടോ, വേറെ ലെവലാണ്. ഓടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ അത് നമുക്ക് എങ്ങനെയും പരിഹരിക്കാം. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഈ വണ്ടിയുടെ മുൽക്കിയ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ RC ബുക്ക് ഇതാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ RC ബുക്ക് കേട്ടോ. ഇവിടെ പറയുന്നത് മുൽക്കിയ എന്നാണ് പറയുന്നത്. ഇത് വണ്ടിയിൽ ഫുൾ ടൈം കാണണം. ഇതാണ് സംഭവം. ഇതിനെ പറയുന്നതാണ് മുൽക്കിയ, നമ്മുടെ നാട്ടിലെ RC ബുക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് ഹമൂദ് ഭായ് നമ്മളെല്ലാത്തിലും സപ്പോർട്ട് ചെയ്തത് പുള്ളിയാണ്. നമ്മൾ നല്ല രീതിയിലാണ് വെൽക്കം ചെയ്തത്. കാരണം വണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പുള്ളിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഇവരുടെ സർവീസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പുള്ളി പറഞ്ഞു തരും. ഞാനത് കുറച്ചുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, ടെൽ അബൌട്ട് യുവർ കമ്പനി. This compound, old compound, and service is good. Everyday bus Dubai to Muscat, to Dubai. Timing 6 morning, 3 afternoon, and 9 p.m. And we new trip every Monday morning time to Muscat to Riyadh, Saudi Arabia, and Wednesday returns Riyadh to Saudi Arabia. Inshallah soon you open a trip Ajman, and inshallah you see this one maybe Qatar, Bahrain soon inshallah. Come, welcome Al-Hanjari Transport. This good land for the road. Thank you so much. അപ്പോൾ പുള്ളി പറയുന്നത് ഇവിടുത്തെ ഈ റോഡിന് കിങ് ആണ്, ലയന എന്നാ പറയണത്. കാരണം നമുക്കറിയാം ഈ വണ്ടി കയറുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീലും വണ്ടി തരുന്ന കംഫോർട്ടും എന്താണെന്നുള്ളതും എനിക്ക് ഓടിക്കാണ്ട് തന്നെ പേഴ്സണലി മനസ്സിലാവും. ഇവര് ഒരുപാട് സർവീസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരുപാട് പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. വലിയൊരു വർക്ക്ഷോപ്പ് ഗാരേജ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവരാണ് യുത്തോങ്ങിൻ്റെ ഡീലർ, ഒമാനി ഡീലർ
ഇവരാണ് വരുന്നത്. നിങ്ങൾക്ക് യുത്തോങ് ബസ് വേണമെങ്കിൽ ഇവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവരാണ് ഒമാനില് യുത്തോങ്ങിന്റെ ബ്രാൻഡ് ബസ്സുകൾ ഇറക്കി കൊടുക്കുന്നത്. ഇവരാണ് ഡീലർ. ഓക്കെ, താങ്ക് യു. അൽകജറിയ ഇവര് ചെറിയൊരു കമ്പനി അല്ല, ഒരു വലിയൊരു കമ്പനിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊജക്ട് ഞാനിപ്പോൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ വലിയൊരു ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്യണം ബസ്സിന് വേണ്ടിയിട്ട്. അതായത് ബസ്സിന്റെ എല്ലാ വർക്കുകളും, അതായത് പെയിന്റിങ്, പോളിഷിങ്, എൻജിൻ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, അങ്ങനെ എല്ലാവിധ വർക്ക് വഴി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരാണ് യുത്തോങ് എന്ന് പറഞ്ഞ ബസ് ഇവിടെ ഒമാനിൽ ഇവരാണ് ഇറക്കി കൊടുക്കുന്നത്. ഇവരാണ് ഡീലർ, ഇവർക്കാണ് ലൈസൻസ്. അപ്പോ മനസ്സിലാവുമല്ലോ ഒരു കമ്പനിയുടെ കപ്പാസിറ്റി എന്തുമാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇവരിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ന്യൂ കമ്പനിയാണ്. ഇവരുടെ ഉള്ള എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് പുതിയതാണ്. 2022 മോഡലിലുള്ള വണ്ടികളാണ് ഇവരുടെ കയ്യിലുള്ളതെല്ലാം. സർവീസ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് മസ്കറ്റിലോട്ട് വന്നത് ഈ ബസ്സിനാണ്. സർവീസ് അടിപൊളിയാണ്, ഫ്രണ്ട്ലി ആണ്. ഞാൻ ഈ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ എന്നോട് 2-3 പേര് ദുബായിലുള്ളവർ എന്നോട് സംസാരിച്ചത് പറഞ്ഞത്. എനിക്ക് ഇവരോട് സംസാരിച്ചപ്പോഴും ഇവര് നമ്മളെ വെൽക്കമിങ് ചെയ്തതും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രസ്ഥാനം വലുതായി മാറട്ടെ, വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടട്ടെ, ഞാനങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോ താങ്ക് യു അൽകജറിയ ട്രാൻസ്പോർട്ട്. ഓക്കെ, നന്ദിയുണ്ട്. ശുക്രൻ, നന്ദി. കണ്ടോ, ബസ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും അവൈലബിലിറ്റിയും നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഏതൊക്കെ ടൈമിനാണ് പോണേന്നുള്ളത് കണ്ടോ, ഓരോ ദിവസത്തെ ചാർട്ട് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വണ്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ കണ്ടേക്കുന്ന ഒരു വണ്ടിയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട്. പക്ഷേ ഇവരായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ റൂൾസ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഇവർ വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവരുടെ ദുബായ് സർവീസിലേക്ക് നമുക്കൊരു ദിവസം ഫ്രീ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദുബായ് പോയിട്ട് വരാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കുറച്ച് റണ്ണിങ് വീഡിയോസും ബാക്കിയുള്ളതൊക്കെ എടുക്കാം. അങ്ങനെ ഒരു ഓഫർ തന്നിട്ടുണ്ട്. ഭയങ്കര, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര കോപ്പറേറ്റീവാണ് ഇവർ. കാര്യങ്ങൾ എല്ലാം അടിപൊളിയാണ്. എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ഒമാനികൾ, പക്ഷേ ഈ ചിലവരൊക്കെ ഭയങ്കര സ്നേഹമാണ്, നമ്മൾ ഭയങ്കര കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യുത്തോങ് വണ്ടി ഇതേ പുറകെ കിടക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ വണ്ടീനെ കുറിച്ച് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർ കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഇനിയുള്ള പുതിയ വണ്ടികളുടെ വീഡിയോസ് വരുന്നതാണ്. ഇവർക്ക് ഈ അൽകജറിയ എന്ന് പറഞ്ഞാൽ ചില്ലറ ടീംസൊന്നും അല്ല, വലിയ വെടിച്ചിലെ ടീമാണ്. ഇവർക്കെല്ലാം 2023 മേളിലേക്കുള്ള പുതിയ വണ്ടികളാണ്. അപ്പോൾ ആ വണ്ടികളുടെ എല്ലാത്തിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട്, പുതിയ ബ്രാൻഡ് വീഡിയോ വരുന്നുണ്ട് വണ്ടികളുടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സൈനിങ് ഓഫ്. താങ്ക് യു.